ഇപ്പോൾ സ്വന്തം വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയ ഒരു പെൺകുട്ടിക്കാണ് ഈ അതിക്രമം നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം മാഗിയിലേക്ക് പോവുകയാണ്. മാഗി, പേടിയാവുന്നുണ്ട് ശരിക്കും കേൾക്കുമ്പോൾ. നമുക്കൊക്കെ ഉള്ളിലിപ്പോഴും ആ വിറയൽ മാറിയിട്ടില്ല. എത്രത്തോളം ഭയപ്പെട്ട് കാണും ആ കുട്ടി എന്നുള്ളത്. എന്താണ് തോന്നുന്നത്? താങ്കളും ഒരു IT ജീവനക്കാരിയാണ്. അത് വല്ലാത്തൊരു ട്രോമയിലായിരിക്കും ആ കുട്ടി ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ ഏറ്റവും സുരക്ഷിതമാണ് എന്നൊരു കരുതുന്ന ഇടത്താണ് നമ്മൾ ഉറങ്ങാനെത്തുന്നത്. അപ്പോൾ അവിടെ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്ത ട്രോമ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രധാരണത്തിൻ്റെയാണ് അല്ലെങ്കിൽ അസമയത്താണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇവിടെ ബാധകമല്ല. ഇവിടെ നമ്മൾ കൃത്യമായി നമ്മൾ വെളുപ്പിനെ 2 മണിക്ക് ആ പെൺകുട്ടി ജോലി കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്ന ഇടത്ത് ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് വല്ലാത്ത ട്രോമ തന്നെ. ആ കുട്ടിക്ക് മാത്രമല്ല അതിൻ്റെ ഇത് ഉണ്ടായത്. ഇതുപോലെ ഹോസ്റ്റലുകളിൽ ഉറങ്ങുന്ന എല്ലാ പെൺകുട്ടികളും അവരുടെ പാരൻസും ഇപ്പോൾ നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാത്തും വല്ലാത്തൊരു ഉൾക്കിടലമാണ്. എങ്ങനെയാണ് ഈ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ളൊരു ഭയമുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടി അതിജീവിതം എന്ന് തന്നെ പറയാം. ഒരു സെക്ഷൽ അസോൾട്ട് ഉണ്ടായതിന് ശേഷം പോലീസിൽ പരാതിപ്പെടാനും അതിനുണ്ടായ ഒരു ആർജവും ആ കുട്ടിയുടെ നിലപാടും അതിന് സപ്പോർട്ട് ചെയ്ത ആ PG അധികൃതർ അവരതിന് ആ കുട്ടിയോടൊപ്പം നിന്നതുകൊണ്ടാണ് പോലീസിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് അതൊരു വലിയ ഒരു നീക്കമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും തന്നെ ഇത് അറിയപ്പെടാതെ പോവുകയും ഇതുപോലുള്ള സമാന സംഭവങ്ങൾ മറ്റു പെൺകുട്ടികൾക്കും ഉണ്ടാവുമായിരുന്നു ഈ ക്രിമിനലിനെ പിടിച്ചില്ലെങ്കിൽ. അതുപോലെ നമ്മുടെ പോലീസ് ഒരു തെളിവില്ലാത്ത ഇരുന്ന ഒരു സ്ഥലത്ത് നിന്ന് 48 മണിക്കൂറിനുള്ളിൽ ആ പ്രതിയെ കണ്ടെത്തി. അത് അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. ആ സംവിധാനം അത്രയും കാര്യക്ഷമമായി പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും CCTV പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു തുമ്പുമില്ലാതെ തുടങ്ങിയതാണ് പോലീസ് അന്വേഷണം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അയാളിലേക്ക് എത്താനോ അയാളെ പിടികൂടാനും കഴിഞ്ഞു. ഞാൻ അഭിരാമിയിലേക്ക് കൂടി പോവുകയാണ്. അഭിരാമി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇത് കേട്ടപ്പോൾ പേടി തോന്നിയോ അഭിരാമി? ഓഫ് കോഴ്സ്. നമ്മുടെ ഇപ്പൊ ഞാൻ മാത്രമല്ല, നമ്മുടെ കൊളീഗ്സ് ആയാലും ടെക്നോ പാർക്കിന്റെ അടുത്ത് തന്നെയാണ് എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ റീസെന്റ് ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് നമ്മുടെ വരുന്നതും പോലീസിലോട്ട് ന്യൂസിലോട്ട് എത്താതെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ടാവുന്നു. അപ്പൊ ഒരാൾ പുറത്ത് വന്ന് അതിനെപ്പറ്റി സംസാരിക്കുക, അതിനെപ്പറ്റി ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞതുപോലെ ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എല്ലാവർക്കും കാണും. ഇപ്പൊ കേട്ടപ്പോൾ തന്നെ നമുക്കും ഒരു ഭയം എന്തായാലും ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്, നമ്മളും ഇതേപോലെ ഹോസ്റ്റലിൽ പല ആൾക്കാരും വേറെ വേറെ ഷിഫ്റ്റിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ PGയിലുള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നത് യെസ് ഓഫ് കോഴ്സ് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞോളൂ അഭിരാമി പറഞ്ഞു. ഇപ്പോ പേഴ്സണലി പറയുവാണെങ്കിൽ എന്റെ PGക്കും ഇതേപോലെ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇത്രത്തോളം പോയില്ലെങ്കിൽ പോലും ഒരു ആള് ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് നൈറ്റിൽ ഒരു 12 PM ആയപ്പോ നോക്കിയായിരുന്നു നമ്മുടെ ഡോറില്. അപ്പോ ഒരു ഇഷ്യൂസ്. പക്ഷെ നമ്മുടേത് സേഫ്ലി ഫുള്ളി CCTV സർവൈലൻസ് 24/7 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വാർഡൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് അറിയിച്ചുകൊണ്ടാണ് പെട്ടെന്ന് പോലീസിനും വന്നിട്ട് അതിന്റെ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ പെട്ടെന്ന് വരുവാണെങ്കിലും ഓഫ് കോഴ്സ് പോലീസ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു പ്രത്യേക സാഹചര്യം